തനിക്കുള്ളതൊക്കെയും വിറ്റ് അത് വാങ്ങി. ഹല്ലേലൂയ. ഈ സന്ദേശം നമ്മളിലേക്ക് വന്നപ്പോൾ നമ്മൾ പലതും വിറ്റു. ചിലപ്പോൾ നമ്മളുടെ ബന്ധുമിത്രാദികളേക്ക് അവരോടൊപ്പം ഉള്ള ചിലപ്പോൾ നല്ല സാഹചര്യങ്ങൾ നമ്മൾ വിറ്റു. ഹല്ലേലൂയ. എനിക്ക് നീ അത് വേണ്ട. ഹല്ലേലൂയ. എനിക്ക് ദൈവത്തെ മതി. ഹല്ലേലൂയ. എനിക്ക് ദൈവത്തെ മതി. ഞാൻ ആ കാര്യങ്ങളെല്ലാം വിറ്റു. ഞാനത് വാങ്ങുകയാണ്. ഹല്ലേലൂയ. ഞാനത് ഒരു കാര്യം, ഒരു സന്തോഷം ഈ ഭൂമിയിൽ കണ്ടെത്തി. ഞാനതുകൊണ്ട് പലതും വിൽക്കുന്നു, ഞാനത് വാങ്ങുന്നു. ഒരു വിറ്റ് വാങ്ങലാണ് ഈ രണ്ട് സാദൃശ്യത്തിൽ നമ്മൾ കാണുന്നത്. ഹല്ലേലൂയ. ആമേൻ. പിന്നെയും സ്വർഗ്ഗരാജ്യം വയലിൽ ഒളിച്ചു വെച്ച നിധിയോട് സദൃശ്യം. ഒരു മനുഷ്യൻ കണ്ടു മറിച്ചിട്ട് തന്റെ സന്തോഷത്താൽ ചെന്ന് തനിക്കുള്ളതൊക്കെയും വിറ്റ് ആ വയൽ വാങ്ങി. ഇവിടെ നമ്മൾ കാണുന്നത് വിറ്റ് വാങ്ങുകയാണ്. ഹല്ലേലൂയ. തനിക്കുള്ളതൊക്കെയും വിറ്റ് ആ വയൽ വാങ്ങി. ഇദ്ദേഹം എന്തോ കണ്ടെത്തി ഈ ഭൂമിയിൽ. ഇദ്ദേഹം ഒരു നല്ല മുത്ത് അന്വേഷിക്കുന്ന ഒരു വ്യാപാരിയാണ്. പക്ഷേ അതിനേക്കാൾ ശ്രേഷ്ഠമായ മുത്ത്, വചനമാകുന്ന മുത്ത്, ദൈവത്തിന്റെ വചനം, മാറ്റമില്ലാത്ത മായമില്ലാത്ത വചനം ഇദ്ദേഹം കണ്ടെത്തിയപ്പോൾ, ദൈവരാജ്യത്തിന്റെ മൊഴികൾ ഇദ്ദേഹം കണ്ടെത്തിയപ്പോൾ തനിക്കുള്ളതൊക്കെയും വിറ്റ് അദ്ദേഹം അത് വാങ്ങുകയാണ്. ഹല്ലേലൂയ. സ്തോത്രം. അതിന് പ്രാധാന്യം കൊടുക്കും. അതിന്റെ അർത്ഥം ഒരു മനുഷ്യൻ അതിന് പ്രാധാന്യം കൊടുക്കുന്നു. ഹല്ലേലൂയ. ഇദ്ദേഹം അതിന് പ്രാധാന്യം കൊടുത്തു. ഹല്ലേലൂയ. തുടർന്ന് ഒരു അനാവശ്യ കൂടി പറഞ്ഞിട്ട് യേശു അവിടെ അവസാനിപ്പിക്കുകയാണ് ആ പ്രഭാഷണം. ഹല്ലേലൂയ. അതെങ്ങനെയാണ്? പിന്നെ സ്വർഗ്ഗരാജ്യം കടലിൽ ഇടുന്നതും എല്ലാ വക മീൻ പിടിക്കുന്നതുമായ ഒരു വലയോട് സദൃശ്യം. നിറഞ്ഞപ്പോൾ അവർ അത് വലയ്ക്ക് കരയ്ക്ക് കയറ്റി ഇരുന്നു കൊണ്ട് നല്ലത് പാത്രങ്ങളിൽ കൂട്ടിവെച്ചു, ചീത്തത് എറിഞ്ഞു കളഞ്ഞു. അങ്ങനെ തന്നെ ലോകാവസാനത്തിൽ സംഭവിക്കും. ദൂതന്മാർ പുറപ്പെട്ട് നീതിമാന്മാരുടെ ഇടയിൽ നിന്ന് ദുഷ്ടന്മാരെ വേർതിരിച്ച് തീച്ചുളയിൽ ഇടും. ഇതെല്ലാം കഴിഞ്ഞ് പറയുന്നത് ഇതെല്ലാം ഗ്രഹിച്ചുവോ? ഹല്ലേലൂയ. യേശു പറയുന്നതെല്ലാം ഗ്രഹിച്ചുവോ? ഹല്ലേലൂയ. ആമേൻ. അങ്ങനെ ആ സംഭാഷണം അവിടെ തീരുവാണ്. ഹല്ലേലൂയ. സ്തോത്രം. ഇതെല്ലാം ഗ്രഹിച്ചുവോ? ശേഷം നമ്മൾ ചിന്തിച്ചു ഒരു കാര്യം. ദൈവത്തിന്റെ അമ്മ കഴിഞ്ഞ ആഴ്ചയിൽ കൊണ്ടുവന്ന് നിർത്തിയ സ്ഥലത്ത് നിന്ന് ഇന്ന് തുടങ്ങണമെന്നാണ് വിചാരിച്ച്. ഹല്ലേലൂയ. അത് മാത്യു ചാപ്റ്റർ 10 ആയിരുന്നു. മത്തായി സുവിശേഷം 10-ാം അധ്യായത്തിലെ ഒരു കാര്യമാണ് എന്റെ ശ്രദ്ധയിൽ ദൈവം തന്നത്. ഹല്ലേലൂയ. ആമേൻ. വാക്യമാണെന്ന് ചിന്തിച്ചത് മനുഷ്യരെ സൂക്ഷിച്ചുകൊള്ളുകയും അവർ നിങ്ങളെ ന്യായാധിപ സഭകളിൽ ഏൽപ്പിക്കുകയും തങ്ങളുടെ പള്ളികളിൽ വെച്ച് ചമ്മട്ടി കൊണ്ട് അടിക്കുകയും എന്റെ നിമിത്തം നാടുവാഴികൾക്കും രാജാക്കന്മാർക്കും മുമ്പിൽ കൊണ്ടുപോവുകയും ചെയ്യും. അത് അവർക്കും ജാതികൾക്കും ഒരു സാക്ഷ്യമായിരിക്കും. എന്നാൽ നിങ്ങളെ ഏൽപ്പിക്കുമ്പോൾ എങ്ങനെയോ എന്തോ പറയേണ്ടു എന്ന് വിചാരപ്പെടേണ്ട. പറവാനുള്ളത് ആ നാഴികയിൽ തന്നെ നിങ്ങൾക്ക് ലഭിക്കും. പറയുന്നത് നിങ്ങളല്ല, നിങ്ങളിൽ പറയുന്ന നിങ്ങളുടെ പിതാവിന്റെ ആത്മാവത്രേ. സഹോദരൻ സഹോദരനെയും അപ്പൻ മകനെയും മരണത്തിന് ഏൽപ്പിക്കും. അമ്മയപ്പന്മാർക്ക് എതിരായി മക്കൾ എഴുന്നേറ്റ് അവരെ കൊല്ലിക്കും. എന്റെ നാമനിമിത്തം എല്ലാവരും നിങ്ങളെ പകയ്ക്കും. അവസാനത്തോളം സഹിച്ചു നിൽക്കുന്നവനും രക്ഷിക്കപ്പെടും. അതിനുശേഷം മറ്റൊരു ഇതും കൂടിയുണ്ട്. 34 അതേ അദ്ദേഹത്തിന്റെ 34 വാക്യങ്ങൾ. എന്നാൽ ഞാൻ ഭൂമിയിൽ സമാധാനം വരുത്തുവാൻ വന്നു എന്ന് നിരൂപിക്കരുത്. സമാധാനമല്ല, വാൾ അത്രേ വരുത്തുവാൻ ഞാൻ വന്നത്. മനുഷ്യരെ തന്റെ അപ്പനോടും മകളെ അമ്മയോടും മരുമകളെ അമ്മാവി അമ്മയോടും ഭേദിപ്പിപ്പാൻ അത്രേ ഞാൻ വന്നത്. ഇത് ലോകത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ്. മനുഷ്യന്റെ വീട്ടുകാർ തന്നെ അവന്റെ ശത്രുക്കളാകും. ഇത് ഈ ലോകത്തിൽ സംഭവിക്കാൻ ഇരിക്കുന്ന കാര്യങ്ങളാണ്. ഹല്ലേലൂയ. സ്തോത്രം. പക്ഷേ ഒരു നീതിമാൻ ഈ വചനങ്ങളെല്ലാം അറിഞ്ഞ് ഹല്ലേലൂയ സ്തോത്രം അവൻ തന്നെ ഒരുക്കും. ഹല്ലേലൂയ സ്തോത്രം.
ഇത് യേശു പറഞ്ഞ കാര്യങ്ങളാണ്. ഇതെല്ലാം സംഭവിക്കേണ്ടത് തന്നെയാണ്. പക്ഷേ എങ്കിലും ഒരു നീതിമാൻ തന്നെ അവിടെ ഒരുക്കും. ഹല്ലേലൂയ, സ്തോത്രം. കാരണം ഇത് അന്ത്യകാലഘട്ടത്തിൽ നടക്കേണ്ട കാര്യങ്ങളാണ്. ഞാൻ ഭൂമിയിൽ സമാധാനം വരുത്തുവാൻ വന്നു എന്ന് നിരൂപിക്കരുത്. അത് യേശു പറയുന്നത്. ഞാൻ ഭൂമിയിൽ സമാധാനം വരുത്തുവാൻ വന്നു എന്ന് നിങ്ങൾ നിരൂപിക്കരുത്. സമാധാനമല്ല, വാളത്ര വരുത്തുവാൻ ഞാൻ വന്നത് എന്ന് വെച്ചാൽ ഈ ഭൂമി ദൈവം അത് നശിപ്പിക്കാനിരിക്കുകയാണ്. ഹല്ലേലൂയ. ഈ ഭൂമിയിൽ ദൈവം ഇനി സമാധാനം വരുത്തത്തില്ല. പക്ഷേ ഞാൻ നിങ്ങൾക്ക് സമാധാനം തന്നേച്ച് പോകുന്നു എന്നാണ് കർത്താവ് പറയുന്നത്. ദൈവത്തിൽ വിശ്വസിക്കുന്ന, ദൈവത്തിൽ ആശ്രയിച്ചിരിക്കുന്ന ഒരു മനുഷ്യനെ ഞാൻ എന്റെ സമാധാനം തന്നേച്ച് പോകുന്നു. അത് ലോകം തരുന്ന പോലത്തെ സമാധാനമല്ല, അത് നമ്മുടെ ഹൃദയത്തിലാണ് ഇരിക്കുന്നത്. ആമേൻ, ഹല്ലേലൂയ. ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആ സമാധാനം നമ്മളുടെ ഹൃദയത്തിലാണ് ഇരിക്കുന്നത്. പക്ഷേ നമ്മൾ ലോകത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് നമ്മൾ ഈ വാർത്താ ചാനലുകളൊന്നും ശ്രദ്ധിച്ചു നോക്കി. നമ്മുടെ വാർത്താ ചാനലുകളിലേക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് 24 അല്ലെങ്കിൽ ഏഷ്യാനെറ്റോ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയേ. നമുക്ക് കാണാം ഈ ലോകത്തിന്റെ പോക്ക് എങ്ങനെയാണെന്ന് നമുക്ക് മനസ്സിലാവും. ഹല്ലേലൂയ. ഒരു സ്വസ്ഥതയും ഇല്ല, ഒരു സമാധാനവും ഇല്ല. ഹല്ലേലൂയ. എപ്പോഴും പ്രശ്നങ്ങളും പീഡനങ്ങളും കൊലപാതകങ്ങളും ഇതൊക്കെ തന്നെ ഈ വാർത്താ ചാനലിൽ കാണുന്നേ. ഹല്ലേലൂയ, സ്തോത്രം. ഈ സാഹചര്യം ദൈവം എഴുതി വെച്ചിരിക്കുന്നത് കറക്റ്റ് തന്നെയല്ലേ? ഹല്ലേലൂയ, സ്തോത്രം. ദൈവം എഴുതി വെച്ചിരിക്കുന്ന എത്രയോ കറക്റ്റായ കാര്യങ്ങള് അന്ത്യകാലത്ത് ഇതെല്ലാം സംഭവിക്കേണ്ടതാണ്. ഇത് ദൈവം എഴുതി വെച്ചതുകൊണ്ട് സംഭവിക്കേണ്ടതാണ്. ഹല്ലേലൂയ. എങ്കിലും നിങ്ങൾ ഭയപ്പെടാനുണ്ട. ഞാൻ ഹല്ലേലൂയ ലോകത്തിൽ ജയിച്ചത് കൊണ്ട് ഞാൻ എന്റെ സമാധാനം നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു. ഈ സമാധാനം നമ്മുടെ ഉള്ളിൽ വന്നു കഴിഞ്ഞാൽ ഹല്ലേലൂയ ഈ പ്രശ്നങ്ങളും പ്രയാസങ്ങളൊക്കെ ഈ പുറത്ത് കാണുമ്പോൾ നമുക്ക് ഭയപ്പെടാനില്ല. നമ്മൾ ആരെയും ഭയപ്പെടേണ്ട ആവശ്യമില്ല. കാരണം ദൈവത്തിന്റെ സമാധാനം നമ്മുടെ ഉള്ളിൽ വാണുകൊണ്ടിരിക്കും. ഹല്ലേലൂയ, സ്തോത്രം. ഈ പ്രശ്നങ്ങളും പ്രയാസങ്ങളൊക്കെ ഉണ്ടാകും, എങ്കിലും ദൈവത്തിന്റെ സമാധാനം നമ്മളുടെ ഉള്ളിൽ വാഴും. ഒരു ദൈവഭക്തന്റെ, അതുകൊണ്ട് നമ്മൾ സങ്കീർത്തനത്തിൽ വായിച്ചത് യഹോവയെ ആശ്രയിക്കുന്നത്. ഹല്ലേലൂയ. ആ യഹോവയെ ആശ്രയിക്കുന്നവന് ഒരു നന്മയെങ്കിലും കുറവുണ്ടാകുകയില്ല. പ്രശ്നങ്ങൾ ഉണ്ടാകും. ലോകത്തിൽ പ്രശ്നമുണ്ട്, ലോകത്തിൽ പ്രയാസമുണ്ട്, ലോകത്തിൽ പ്രതികൂലമുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. ആമേൻ. അവര് ലോകത്തിലെ പല കാര്യത്തിൽ ഇപ്പൊ ഈ പ്രശ്നങ്ങളൊക്കെ വരുമ്പോ ഈ ജാതിക പശ്ചാത്തലത്തിൽ ഉള്ള ആൾക്കാർക്ക് അവർ പ്രയാസപ്പെടും. അവര് പതറിപ്പോവും. പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ പ്രയാസങ്ങൾക്ക് പതറിപ്പോവും. അങ്ങനെ അവരെന്ത് ചെയ്യണമെന്നറിയാതെ അവരെ നെട്ടോട്ടം ഓടുന്ന അവസ്ഥ കാണും. അത് മേൽക്കുമേൽ വർദ്ധിച്ചു വരും. ഇനിയുള്ള നമ്മുടെ തലമുറ, അടുത്ത ജനറേഷൻ ഇങ്ങനെ വരുമ്പോൾ ഒരിക്കലും കുറഞ്ഞു വരത്തില്ല. കാരണം ദൈവം എഴുതി വെച്ചിരിക്കുകയാണ്, ഇത് ഒരിക്കലും കുറഞ്ഞു വരത്തില്ല. പക്ഷേ ഇത് കൂടി വരും. അത് ലോകത്ത് നടക്കുമ്പോൾ ഒരു വിശ്വാസിക്ക് അവിടെ ജയിക്കാൻ ഹല്ലേലൂയ ദൈവം പറഞ്ഞിരിക്കുന്നത്. എങ്കിലും നിങ്ങൾ ഭയപ്പെടേണ്ട, ഞാൻ നിങ്ങളോട് കൂടെയുണ്ട്, ദൈവത്തിന്റെ സമാധാനം ഞാൻ വെച്ച് പോകുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് പേടിക്കാനില്ല, നമ്മൾ ഭയപ്പെടേണ്ട ആവശ്യമില്ല. അത് ഹല്ലേലൂയ, സ്തോത്രം. ആമേൻ. എനിക്ക് ദൈവം ഒരു ചിന്ത ഇതാണ്. Those who endure to the end will be saved. ഹല്ലേലൂയ. അങ്ങനെയല്ലേ ആ 10-ാം അധ്യായത്തിന്റെ ഹല്ലേലൂയ, സ്തോത്രം. എത്ര 20-ാം വാക്യത്തിൽ പറയുന്നത് സ്തോത്രം. എന്നാൽ അവസാനത്തോളം എന്റെ നാമനിമിത്തം എല്ലാവരും നിങ്ങളെ പറയും, അവസാനത്തോളം സഹിച്ചിരിക്കുന്നവരോ രക്ഷിക്കപ്പെടും. അല്ലേ? എന്നെ ഈ ഒരു വേദവാക്യം വല്ലാതെ ചിന്തിപ്പിച്ചു. അവസാനത്തോളം സഹിച്ചിരിക്കുന്നവർ രക്ഷിക്കപ്പെടും. അവസാനത്തോളം സഹിച്ചിരിക്കുന്നവർ രക്ഷിക്കപ്പെടും. സാഹചര്യം വേറെയാണ്. നമ്മൾ നേരത്തെ വായിച്ച, നമ്മൾ രാവിലെ ചിന്തിച്ച ദാനിയേലിന് മുമ്പിലുണ്ടായ സാഹചര്യം നമ്മളുടെ ലോക സാഹചര്യം വെച്ച് നോക്കിക്കഴിഞ്ഞാൽ വളരെ മോശമായ സാഹചര്യത്തിൽ കൂടെ അദ്ദേഹം പോയി. ഹല്ലേലൂയ. ദാനിയേലും കൂട്ടരും വളരെ മോശമായ സാഹചര്യത്തിൽ കൂടെ പോയി. പക്ഷേ എനിക്ക് ദൈവം ചിന്തിപ്പിച്ച അങ്ങനെയാണ്, അവസാനത്തോളം സഹിച്ചിരിക്കുന്നവൻ രക്ഷിക്കപ്പെടും. ദാനിയേലും അവസാനത്തോളം സഹിച്ചിരുന്നു. ഹല്ലേലൂയ. അവസാനത്തോളം സഹിച്ചു നിന്നതുകൊണ്ട് അവരും കൂട്ടരും ദൈവത്തിന്റെ നീതി അവരുടെ ജീവിതത്തിൽ വന്നു. ഹല്ലേലൂയ. ദൈവം അവരെ സകല കഷ്ടത്തിൽ നിന്നും വിടുവിച്ചു. ദൈവം അവരെ വിടുവിച്ചു, അവരെ യഥാസ്ഥാനപ്പെടുത്തി. ഹല്ലേലൂയ. രക്ഷയുടെ ഒരു മറ്റൊരവസ്ഥ, those who endure to the end will be saved. അവസാനത്തോളം സഹിച്ചു നിൽക്കുന്നവൻ രക്ഷിക്കപ്പെടും എന്ന് പറയുമ്പോൾ
എഫേസ്യ ലേഖനത്തിൽ മറ്റൊരു ചിന്തയുണ്ട്. കൃപയാണല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. ആരും പ്രശംസിക്കാൻ അത് പ്രവൃത്തിയുടെ കാര്യമല്ല. ഹല്ലേലൂയ. ദൈവത്തിന്റെ ദാനമത്രേ. കൃപയാണല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. അതെന്താണ്? കൃപയാണല്ലോ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നു. ഒരു സ്ഥലത്ത് പറയുന്നു രക്ഷിക്കപ്പെട്ടിരിക്കുന്നു എന്ന്, ഇവിടെ പറയുന്നു അന്ത്യത്തോളം സഹിച്ചിരുന്നാൽ നിങ്ങൾ രക്ഷിക്കപ്പെടുന്നു. ഹല്ലേലൂയ. അതെന്താണ് അങ്ങനെ? നമ്മൾ കഴിഞ്ഞ ആഴ്ച ചിന്തിച്ചു തെസ്സലോനിക്ക ലേഖനത്തില് to obtain salvation. ഹല്ലേലൂയ. ഇവിടെ പറയുന്നു അവസാനത്തോളം സഹിച്ചു നിന്നാൽ നിങ്ങൾ രക്ഷിക്കപ്പെടുന്നു. എഫേസ്യ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നു കൃപയല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നു ഓൾറെഡി. ഹല്ലേലൂയ. അപ്പൊ ഇതെല്ലാം നമുക്ക് മനസ്സിലാകണ്ടേ? അത് വചനത്തിന്റെ ആഴങ്ങൾ നമുക്ക് മനസ്സിലാകണ്ടേ? ഹല്ലേലൂയ. അപ്പൊ ദൈവം നമ്മള് ഒരു മനുഷ്യനെ ശ്രദ്ധിച്ചില്ല. ഒരു മനുഷ്യൻ ആത്മാവ്, ദേഹി, ദേഹം, ഇത് മൂന്നും കൂടി ചെയ്യുന്ന ഒരു മനുഷ്യൻ പാപത്തിൽ, ശാപത്തിൽ, ദൈവമില്ലാതെ ജനിച്ച് വളർന്ന് വലുതാകുന്ന ഏതൊരു മനുഷ്യനും അവൻ ആത്മാവിന്റെ അന്ധതയിലാണ്. എന്ന് വെച്ചാൽ അവനെ ഭരിക്കുന്നത് പിശാചാണ്, അവന്റെ ഹൃദയത്തെ വാഴുന്നത്. ഹല്ലേലൂയ. ഏതൊരു മനുഷ്യനും, ഏത് മതത്തിൽപ്പെട്ടവനായിക്കോട്ടെ, ഇവനെ ഭരിക്കുന്നത് ഈ ലോകത്തിന്റെ ദൈവമായ പിശാചാണ്. അവൻ ആത്മീയ അന്ധകാരത്തിലാണ്. ദൈവവചനം ഒരു വ്യക്തിയിലേക്ക് ദൈവം ആകർഷിച്ചിട്ട് വരുമ്പോൾ ഇവൻ ആ വചനം സ്വീകരിക്കുകയും ഏറ്റുപറയുകയും ചെയ്യുമ്പോൾ ഇവന് ദൈവത്തിന്റെ പ്രീതി ലഭിക്കുകയും ദൈവം അവനിൽ പ്രവർത്തിക്കുകയും ഇവന്റെ ആത്മാവിൽ ഒരു പുതുജീവൻ ഇവന് കിട്ടുകയും ചെയ്യുന്നു. ഇതിനാണ് രക്ഷിക്കപ്പെട്ടു എന്ന് പറയുന്നത്. നമ്മുടെ എഫേസ്യ ലേഖനത്തിൽ വായിക്കുന്ന രക്ഷിക്കപ്പെട്ടു. നമ്മളൊക്കെ ചോദിക്കാറില്ലേ, ഞാൻ രക്ഷിക്കപ്പെട്ടതാണോ എന്ന് ചോദിക്കാറില്ല ആൾക്കാരെ? ഹല്ലേലൂയ. ആമേൻ. ഇത്രയും ആൾക്കാർ ചോദിക്കാറുണ്ട്. ഹല്ലേലൂയ. അതിനെ പറയുന്നതാണ് രക്ഷിക്കപ്പെടുക. എങ്ങനെ? പാപത്തിൽ, ശാപത്തിൽ, മരണത്തിൽ ദൈവമില്ലാത്ത ഒരുവൻ ദൈവത്തെ ആശ്രയിച്ച് ദൈവത്തിനെ രക്ഷകനായി സ്വീകരിക്കുമ്പോൾ ഈ പാപത്തിൽ നിന്നും മരണത്തിൽ നിന്നും ഇവൻ രക്ഷ നേടി, ഇവൻ ഒരു പുതിയ സൃഷ്ടിയായി, ഇവന്റെ ആത്മാവിൽ ഒരു ജീവൻ, ഒരു ചൈതന്യം വന്നു. ഇതാണ് രക്ഷിക്കപ്പെടുക എന്ന് പറയുന്നത്. അല്ല, അതാണ് നമ്മൾ നേരത്തെ വായിച്ച എഫേസ്യ ലേഖനത്തിൽ കാണുന്ന രക്ഷിക്കപ്പെട്ടു. കൃപയാണല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. പക്ഷേ ഒരു മനുഷ്യന് ആത്മാവ് മാത്രമല്ല, ദേഹിയുണ്ട്, ശരീരമുണ്ട്. ശരീരം നമ്മൾ നേരത്തെ രാവിലെ വായിച്ചു. ശരീരം, ഈ ദ്രവത്വമുള്ള ശരീരം ഒരിക്കലും ദൈവരാജ്യം അവകാശമാക്കില്ല. നമ്മൾ രാവിലെ വായിച്ചു ഫസ്റ്റ് കൊറിന്ത്യൻസിൽ, അല്ലേ? 5-ാം അധ്യായത്തിൽ. ഇതൊരിക്കലും ദൈവരാജ്യം അവകാശമാക്കില്ല. ഇതൊന്നുമില്ലെങ്കിൽ ഇത് മണ്ണോട് മണ്ണായിട്ട് പോകും. അതല്ലെങ്കിൽ നമ്മൾ മരിച്ചു കഴിയുമ്പോൾ ആരെങ്കിലും ഇത് കത്തിച്ച് ചാമ്പലാക്കി കളയും. ഇതെങ്ങനെയാണെങ്കിലും ഇത് ഭൂമിയോട് ചേർന്നേ പറ്റും ഈ ശരീരം. ഹല്ലേലൂയ. ഇതൊരിക്കലും ദൈവരാജ്യം അവകാശമാക്കില്ല. നമുക്ക് മറ്റൊരു ശരീരമാണ് ദൈവം ഒരുക്കിയിരിക്കുന്നത്, അദ്രവത്വമുള്ള ഒരു ശരീരം. ഹല്ലേലൂയ. അപ്പൊ ശരീരം അവിടെ നിൽക്കട്ടെ. രണ്ടാമത്തെ ഭാഗം ദേഹി. ഇതാണ് പ്രധാന കാര്യം. നമ്മുടെ കോൺഷ്യസ്, അല്ലെങ്കിൽ നമ്മുടെ മൈൻഡ്, അല്ലെങ്കിൽ നമ്മുടെ ചിന്തയൊക്കെ ഭരിക്കുന്ന തലം, ദേഹി തലം, ഇതിനെയാണ് രക്ഷിച്ചിരിക്കേണ്ടത്. ഹല്ലേലൂയ. ആത്മാവ് ഓൾറെഡി രക്ഷിക്കപ്പെട്ടു, അവരൊരു പുതിയ സൃഷ്ടി നടന്നു, ദൈവമായിട്ടൊരു കണക്ഷൻ കിട്ടി. ദൈവം പറയുന്ന കാര്യങ്ങൾക്ക് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പണ്ടൊന്നും പറ്റില്ലായിരുന്നു. ഒരു കുടിയന്റെ അടുത്തും നമ്മൾ ഒരു കുടിയൻ വന്നിങ്ങനെ ചെറുപ്പഭാഷകളൊക്കെ കേട്ടിരിക്കുന്നാലും ദൈവം ആകർഷിച്ചിട്ടില്ലാത്തൊരു വ്യക്തിയാണെങ്കിൽ അവൻ എനിക്കിങ്ങനെ കണ്ടുകൊണ്ടിരിക്കും, അല്ലെങ്കിൽ പ്രസംഗം കേട്ടുകൊണ്ടിരിക്കും, അല്ലെങ്കിൽ കൺവെൻഷൻ ഇങ്ങനെ പുറത്തിങ്ങനെ കൈകെട്ടി ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. കൊള്ളാം. പക്ഷെ അവൻ ദൈവം ആകർഷിക്കാത്തതുകൊണ്ട് അവനൊന്നും മനസ്സിലാകുന്നില്ല. ആമേൻ. ദൈവം ആകർഷിച്ച് മനസ്സിലാക്കിയ ഒരു വ്യക്തി, ഒരു പുതിയ സൃഷ്ടിയായ വ്യക്തിക്ക് ആത്മാവിന്റെ ചൈതന്യം കിട്ടിയപ്പോൾ ഇപ്പോൾ അവന് കാര്യങ്ങൾ പറയുമ്പോൾ മനസ്സിലാകും. ദൈവം പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്, സംഭാഷണം മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അങ്ങനെ ആത്മാവിന് പുതുജീവൻ കിട്ടി, പുതിയ സൃഷ്ടിയായി. ഹല്ലേലൂയ. വിശ്വാസം മൂലം കൃപയായി ദൈവം നമ്മളെ രക്ഷയിലേക്ക് കൊണ്ടുവന്നു. പക്ഷെ ദേഹി ഇപ്പോഴും ലോകത്തിലാണ്. ഈ ദേഹി ലോകത്തിലായിരുന്നതുകൊണ്ട് ഹല്ലേലൂയ, ഈ ദേഹിതലം നമുക്ക് രക്ഷയിലേക്ക് കൊണ്ടുവരേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ടാണ് പത്രോസിന്റെ ലേഖനത്തിൽ പറയുന്നത്, നിങ്ങളുടെ വിശ്വാസത്തിന്റെ അന്തമായ, അവിടെ ദേഹിയുടെ രക്ഷ, മലയാളത്തിൽ ദേഹിയുടെ രക്ഷ, the end of your faith is the salvation of your soul. സ്പിരിറ്റ് എന്നല്ല അവിടെ പറയുന്നത്. The end of your faith is the
salvation of your soul. നിങ്ങളുടെ വിശ്വാസത്തിന്റെ അന്തം അവസാനം നടക്കുന്ന കാര്യമാണ് ഈ ദേഹിയുടെ രക്ഷ. ഹല്ലേലൂയ. ആമേൻ. അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്, those who endure to the end will be saved. അപ്പോൾ ആത്മാവിന്റെ രക്ഷ ഓൾറെഡി നടന്നു, ഈ ദേഹിയുടെ രക്ഷ നടക്കുന്നത് അവസാനമാണ്. പത്രോസിന്റെ ലേഖനത്തിൽ വായിക്കുന്നു, നമ്മളിപ്പോ മത്തായി സുവിശേഷം 10:22 അതോടൊപ്പം തന്നെ മത്തായി സുവിശേഷം 24:13 നമ്മൾ ഈ രണ്ട് സ്ഥലത്തെ ഈ ഒരു വചനമുള്ളൂ. ബൈബിൾ നോക്കിയാൽ ഈ രണ്ട് സ്ഥലത്ത് മാത്രമേ ഈ വചനത്തിന്റെ എഴുതിയിട്ടുള്ളൂ. Those who endure to the end will be saved. ഹല്ലേലൂയ. അവസാനത്തോളം സഹിച്ചു നിൽക്കുന്നവൻ രക്ഷിക്കപ്പെടുന്നു. ആമേൻ. ഹല്ലേലൂയ. അതിന് ഹല്ലേലൂയ എനിക്ക് ദൈവം തന്നൊരു ചിന്ത എങ്ങനെയാണ് അവസാനത്തോളം സഹിച്ചു നിൽക്കുന്നവൻ രക്ഷിക്കപ്പെടും എന്ന് നമ്മൾ നമ്മുടെ ജോബിനെ കുറിച്ച് ഒന്ന് പഠിക്കുക. ഹല്ലേലൂയ. നമുക്കൊരു 10 മിനിറ്റ് കൂടി ഉണ്ടല്ലോ. ഹല്ലേലൂയ. യോബിനെ കുറിച്ച് പഠിക്കുമ്പോൾ യാക്കോബിന്റെ ലേഖനം 5-ാം അധ്യായത്തിൽ ഒരു കാര്യം പറയുന്നുണ്ട് യോബിനെ കുറിച്ച്. ആമേൻ. 10-ാം അധ്യായം സഹോദരന്മാരെ, കർത്താവിന്റെ നാമത്തിൽ സംസാരിച്ച പ്രവാചകന്മാരെ കഷ്ടാനുഭവത്തിലും ദീർഘക്ഷമയ്ക്കും ദൃഷ്ടാന്തമായി വിചാരിച്ചുകൊള്ളുവിൻ. സഹിഷ്ണുത കാണിച്ചവരെ നാം ഭാഗ്യവാന്മാർ എന്ന് പുകഴ്ത്തുന്നു. എന്നിട്ട് പറയാണ്, ഇയ്യോബിന്റെ സഹിഷ്ണുത നിങ്ങൾ കേട്ടും കർത്താവ് വരുത്തിയ അവസാനം കണ്ടുമിരിക്കുന്നു. കർത്താവ് മഹാകരുണയും മനസ്സലിവുള്ളവരുമല്ലോ. ഹല്ലേലൂയ. ആമേൻ. ഇയ്യോബിന്റെ സഹിഷ്ണുത നിങ്ങൾ കേട്ടും കർത്താവ് വരുത്തിയ അവസാനം കണ്ടുമിരിക്കുന്നു. കർത്താവ് മഹാകരുണയും മനസ്സലിവുള്ളവരുമല്ലോ. ഹല്ലേലൂയ. അപ്പൊ ജോബിനെ കുറിച്ച് പുതിയ നിയമത്തിൽ ദൈവം പരാമർശിക്കുകയാണ്. ഹല്ലേലൂയ. എന്നിട്ട് പറയാണ്, അവനിലൂടെ ദൈവത്തിന് പറയാനുള്ളത്, അവൻ കാണിച്ച സഹിഷ്ണുത നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ. ഹല്ലേലൂയ. എന്താണ് അവൻ കാണിച്ച സഹിഷ്ണുത? ആമേൻ. ഹല്ലേലൂയ. അവൻ കാണിച്ച സഹിഷ്ണുത കാണണമെങ്കിൽ നമ്മൾ യോബിന്റെ പുസ്തകം വായിക്കണം. നമുക്കിപ്പോ അത് എല്ലാം വിവരിക്കാൻ സമയമില്ലാത്തതുകൊണ്ട് അതിന്റെ അത്യാവശ്യം വേണ്ട ഒരു കാര്യം മാത്രം ഞാൻ പറയാം. ഹല്ലേലൂയ. ഞാൻ എടുക്കുന്നില്ല. യോബ് ദൈവസന്നിധിയിൽ നീതിമാനായ ഒരു വ്യക്തി, ദൈവത്തെ ആരാധിക്കുന്ന, ദൈവത്തെ പുകഴ്ത്തുന്ന, ദൈവം ഭൂമിയിലേക്ക് നോക്കുമ്പോൾ നീതിമാനായ ഒരു വ്യക്തിയെ ദൈവം കാണുന്നു. ഹല്ലേലൂയ. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം ദൈവത്തിന്റെ ദൂതന്മാരെ ദൈവസന്നിധിയിൽ വന്നപ്പോൾ പിശാചം ദൈവസന്നിധിയിൽ ചെന്നിട്ട് പറയാണ്. ഹല്ലേലൂയ. അപ്പൊ ദൈവം ചോദിക്കുന്നുണ്ട്, നീ എന്റെ നീതിമാനായ ഇയ്യോബിന്റെ മേൽ ദൃഷ്ടി വെച്ചുവോ എന്ന് ചോദിക്കുമ്പോൾ, ഹല്ലേലൂയ, സ്തോത്രം, ഈ പിശാച് പറയാണ്, അവൻ എന്തുകൊണ്ടാണ് നിന്നെ ദൈവത്തെ ആരാധിക്കുന്നതെന്ന് നിനക്ക് അറിയാമല്ലോ. അവൻ എന്തുകൊണ്ടാണ് ദൈവത്തെ ആരാധിക്കുന്നത് എന്ന് വെച്ചാൽ, നീ അവന് വേണ്ട എല്ലാ സംരക്ഷണവും കൊടുത്തിരിക്കുന്നു, നീ അവന് സ്വത്ത് വകകൾ കൊടുത്തിരിക്കുന്നു, നീ അവന് കന്നുകാലികൾ കൊടുത്തിരിക്കുന്നു, അവന് ഭൂസ്വത്ത് കൊടുത്തിരിക്കുന്നു, നീ അവന് ആടുമാടുകൾ കൊടുത്തിരിക്കുന്നു, നീ അവന് മക്കളെ കൊടുത്തിരിക്കുന്നു. ഹല്ലേലൂയ. ആമേൻ. അതുകൊണ്ടാണ് അവൻ ദൈവത്തെ ആരാധിക്കുന്നത് എന്നാണ് പിശാച് പറയുന്നത്. അപ്പൊ ദൈവം പറയണം, എങ്കിലൊരു കാര്യം ചെയ്യും, ഇതാ ഞാൻ അവനെ നിന്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നത്, അവന്റെ പ്രാണനെ മാത്രം തുടരുന്നു. ഹല്ലേലൂയ. അങ്ങനെ പിശാച് പരീക്ഷിക്കാൻ വേണ്ടി ഇയ്യോബിന്റെ അടുത്ത് വരുന്നു. അവനുണ്ടായ സകല സ്വത്തുക്കളും എടുത്തു മാറ്റുന്നു. ഹല്ലേലൂയ. സമാധാനം എടുത്ത് മാറ്റുകയാണ്. അത് ദൈവം അനുവദിച്ചിട്ടാ വരുന്നത്. ഹല്ലേലൂയ. സകല സ്വത്തുക്കൾ മാറ്റുന്നു. അവനെ ഉണ്ടായ എല്ലാവരും, ഹല്ലേലൂയ, അവന്റെ മക്കള് ഓരോന്നോരോന്നായി മരിക്കുന്നു. ഹല്ലേലൂയ. ശേഷം വീണ്ടും അവൻ പറയാണ്, ഹല്ലേലൂയ, ഞാൻ ഇതെല്ലാം സംഭവിച്ചാലും ഞാൻ ഒരിക്കലും ദൈവത്തെ എതിർത്ത് പറയുകയില്ല. ഹല്ലേലൂയ. ആ ഒരു വാക്യം മാത്രം നമുക്ക് വായിക്കാം. ഇതെല്ലാം സംഭവിച്ചാലും ഞാൻ എന്റെ സൃഷ്ടാവായ ദൈവത്തിനെ എതിർത്ത് പറയുകയില്ല. ഹല്ലേലൂയ. യോബിന്റെ പുസ്തകം 2-ാം അധ്യായത്തിലാണ്.
ഈ ഒരു ദിവസം എൻ്റെ ഹല്ലേലൂയ. ആമേൻ. രണ്ടാമത്തെ ഇങ്ങനെ അതിനുശേഷം പിന്നെയും ഒരു ദിവസം ദൈവപുത്രനായ യഹോവയുടെ സന്നിധിയിൽ നിൽപ്പാൻ ചെന്നു. സാത്താനും അവന്റെ കൂട്ടത്തിൽ യഹോവയുടെ സന്നിധിയിൽ നിൽപ്പാൻ ചെന്നു. യഹോവ സാത്താൻ, നീ എവിടെ നിന്ന് വരുന്നു എന്ന് ചോദിച്ചു. സാത്താൻ യഹോവയോട്, ഞാൻ ഭൂമിയിൽ ഊടാടി സഞ്ചരിച്ചു വരുന്നു എന്ന് ഉത്തരം പറഞ്ഞു. യഹോവ സാത്താനോട്, എന്റെ ദാസനായ ഇയ്യോബിന്റെ മേൽ നീ ദൃഷ്ടി വെച്ചുവോ? അവനെ പോലെ നിഷ്കളങ്കനും നേരുള്ളവനും ദൈവഭക്തനും ദോഷമിട്ടവനും ഭൂമിയിൽ ആരുമില്ലല്ലോ. അവൻ തന്റെ ഭക്തി പുറകെ പിടിച്ചുകൊണ്ടിരിക്കുന്നു. വെറുതെ അവനെ നശിപ്പിക്കേണ്ടതിന് നീ എന്നെ സമർപ്പിച്ചു എന്ന് അരുളി ചെയ്തു. സാധാരണ യഹോവയോട്, ത്വക്കിന് പകരം ത്വക്ക്, മനുഷ്യൻ തനിക്കുള്ളതൊക്കെയും തന്റെ ജീവന് പകരം, അതൊരു വലിയ വാക്കാണ്. ഹല്ലേലൂയ. മനുഷ്യൻ തനിക്കുള്ളതൊക്കെയും തന്റെ ജീവന് പകരം കൊടുത്തു കളയും. ഹല്ലേലൂയ. നിന്റെ കൈ നീട്ടി അവന്റെ അസ്ഥിയും മാംസവും ഒന്ന് തൊടുക, അവൻ നിന്റെ മുഖത്ത് നോക്കി ത്യജിച്ച് പറയുമെന്ന് പറഞ്ഞു. യഹോവ സാത്താനോട്, ഇതാ അവൻ നിന്റെ കയ്യിൽ ഇരിക്കുന്നു, അവന്റെ പ്രാണനെ മാത്രം തുടരുത് എന്ന് പറഞ്ഞു. അങ്ങനെ സാത്താൻ യഹോവയുടെ സന്നിധി വിട്ടു പുറപ്പെട്ട് ഇയ്യോബിന്റെ ഉള്ളങ്കാൽ മുതൽ നെറുകെ വരെ വല്ലാതെ പരുക്കുകളാൽ ബാധിച്ചു. അവന് രോഗം പിടിപെടുകയാണ്. ഹല്ലേലൂയ. അതിനു മുമ്പ് പരീക്ഷിക്കാൻ വന്നപ്പോൾ അവന്റെ സ്വത്തുവകളെല്ലാം നഷ്ടപ്പെട്ടു, മക്കളെ നഷ്ടപ്പെട്ടു. എന്നിട്ടും അവൻ ദൈവത്തെ ത്യജിച്ചു പറഞ്ഞില്ല. ഹല്ലേലൂയ. ആമേൻ. അപ്പൊ ഇപ്പോൾ അവന് രോഗം ബാധിക്കുകയാണ്. ഹല്ലേലൂയ. അവൻ ഒരു ഓട്ടിൻ കഷ്ണം എടുത്ത് തന്നെത്താൻ ചുരണ്ടിക്കൊണ്ട് ശാലത്തിലിരുന്നു. അവന്റെ ഭാര്യ അവനോട്, നീ ഇനിയും നിന്റെ ഭക്തി മുറുകെ പിടിച്ചുകൊണ്ടിരിക്കുന്നുവോ? ദൈവത്തെ ത്യജിച്ചു പറഞ്ഞ് മരിച്ചു കളയാന്ന് പറഞ്ഞു. അവൻ അവളോട്, ഒരു പൊട്ടി സംസാരിക്കുന്നത് പോലെ നീ സംസാരിക്കുന്നു. നാം ദൈവത്തിന്റെ കയ്യിൽ നിന്ന് നന്മ കൈക്കൊള്ളുന്നു, തിന്മയും കൈക്കൊള്ളരുതോ എന്ന് പറഞ്ഞു. ഇതിൽ ഒന്നിനും ഇയ്യോബ് അധരങ്ങളാൽ പാപം ചെയ്തില്ല. ഇതിലൊന്നിനും ഇയ്യോബ് അധരങ്ങളാൽ പാപം ചെയ്തില്ല. ഹല്ലേലൂയ. സ്തോത്രം. ആമേൻ. ഇതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇതിലൊന്നും ഇയ്യോബ് അധരങ്ങളാൽ പാപം ചെയ്തില്ല. പക്ഷെ സാഹചര്യം അതിനെ ആയിരുന്നില്ല. സാഹചര്യം ആര് പറഞ്ഞു? തന്റെ സ്വത്തുവകളെല്ലാം പോയി, തന്റെ മക്കളെല്ലാം നഷ്ടപ്പെട്ടു, തന്റെ ബന്ധുമിത്രാദികളെല്ലാം തന്റെ അടുത്ത് വരാതെയായി, തനിക്ക് രോഗം പിടിപെട്ടു. ഹല്ലേലൂയ. എന്തൊക്കെയോ അവസാനം തന്റെ ഭാര്യ പറയുന്നു, അല്ലെങ്കിൽ ദൈവത്തെ ശപിച്ചുകൂടെയോ, ദൈവത്തെ ശപിച്ച് ഈ വചനത്തിൽ നിന്ന് മാറിക്കൂടെയോ എന്ന് പറയുന്ന ഒരു അവസരമുണ്ട്. ഹല്ലേലൂയ. ഇതിലൊന്നിലും ഇയ്യോബ് വാങ്ങുന്നത് ദൈവത്തെ എതിരെ പറഞ്ഞത്. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. പിശാച് വെച്ച ഒരു പോയിന്റ് എന്തായിരുന്നു? മനുഷ്യൻ തന്റെ ജീവന് വേണ്ടി എന്തും ചെയ്യും. ഹല്ലേലൂയ. ഒരു മനുഷ്യൻ തന്റെ ജീവന് പകരമായി എന്തും ചെയ്യും. പരീക്ഷിക്കാൻ ദൈവം വിട്ടുകൊടുത്തു. ഹല്ലേലൂയ. അവസാനത്തോളം ഇയ്യോബ് സഹിച്ചു. അത് പുതിയ നിയമത്തിൽ യാക്കോബിന്റെ കരുതൽ എഴുതി വെച്ചിരിക്കുന്നു, നമ്മൾക്ക് ദൃഷ്ടാന്തമായി. ഹല്ലേലൂയ. അവസാനത്തോളം സഹിച്ച ഇയ്യോബ്. ഹല്ലേലൂയ. സഹിഷ്ണുത. ആമേൻ. സഹിഷ്ണുത. ഇതാണ് ഒരു ദൈവഭക്തനും ഒരു ദൈവ പൈതൃകങ്ങൾക്കും ആവശ്യം. അവസാനത്തോളം സഹിച്ചു നിൽക്കുന്നവൻ രക്ഷിക്കപ്പെടുമെന്നാണ് കർത്താവിന്റെ വചനം പറയുന്നത്. ആത്മരക്ഷ നമ്മൾ ഓൾറെഡി പ്രാപിച്ചു കഴിഞ്ഞു. അതുകൊണ്ടാണ് നമ്മൾ വചനം കേൾക്കുകയും വചനം ധ്യാനിക്കുകയും വചനം സംസാരിക്കുകയും വചനം നമ്മളോട് ഇടപെടുകയും ചെയ്യുന്നത്. അതുകൊണ്ടാണ് പ്രാർത്ഥിക്കാനൊക്കെ വരുന്നത്. അതുകൊണ്ടാണ് ദൈവം നമ്മളോട് പ്രവർത്തിക്കുന്നത്. നമ്മുടെ ദേഹിയുടെ രക്ഷ നടക്കേണ്ടത് ആവശ്യമാണ്. പക്ഷെ അത് ഒത്തിരി സഹനത്തിലൂടെ കടന്നു പോയാലേ പറ്റൂ. അതുകൊണ്ടാണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്, those who endure to the end will be saved. അവസാനത്തോളം സഹിച്ചു നിൽക്കുന്നവൻ രക്ഷിക്കപ്പെടുമെന്ന് പറയാൻ കാരണം ഈ ഒരു എക്സാമ്പിൾ ആണ് യേശുവിന്റെ ജീവിതത്തിൽ വന്നത്. യേശുവിന്റെ ജീവിതത്തിൽ ഒത്തിരി പേര് യേശുവിന്റെ കൂടെ ഉണ്ടായിരുന്നു. യേശു കർത്താവിന്റെ ഒപ്പം ഈ ഭൂമിയുടെ ജീവിതത്തിൽ ഒത്തിരി പേര് 33 വയസ്സ് വരെ ഒത്തിരി പേര് യേശുവിന്റെ കൂടെ ഉണ്ടായിരുന്നു. പക്ഷേ യേശു പ്രവചനാത്മാവിൽ പറഞ്ഞു, നിങ്ങൾ എല്ലാവരും എന്നെ വിട്ടേച്ച് പോകുന്ന നാഴിക വരുന്നു, ഞാൻ വന്നുമിരിക്കുന്നു, എങ്കിലും ഞാൻ ഭയപ്പെടുന്നില്ല, പിതാവിനോടൊപ്പം ഉള്ളതുകൊണ്ട് ഞാൻ ഭയപ്പെടുന്നില്ല. ഹല്ലേലൂയ. അത് കറക്റ്റായിട്ട് അതുപോലെ നടന്നു. അതെ, പത്രോസൊക്കെ ഓട്ടം നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്കറിയാം. ഹല്ലേലൂയ. നീയും അവരൊപ്പം ഉണ്ടായിരുന്നല്ലേ എന്ന് ഒരു സ്ത്രീ ചോദിച്ചപ്പോൾ പത്രോസ് ഞാൻ അറിയത്ത പോലുമില്ല എന്ന് പറഞ്ഞു. അപ്പൊ പ്രതികൂലം
ഒരു പീഡനം, ഒരു പ്രയാസം വന്നപ്പോൾ ദൈവത്തെ തിരിച്ചു പോകുന്നൊരവസ്ഥ. പിന്നെ അവരെ കാണുമ്പോൾ മാളിക മുറയില്ല അല്ലേ ഇവരൊരുമിക്കുന്നത്. അന്ന് ചിതറിച്ച ഈ ശിഷ്യന്മാർ പിന്നെ മാളിക മുറയിൽ ഒരുമിച്ച് പ്രാർത്ഥിച്ച് പിന്നെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയിലാണ് പിന്നെ അവര് ബലപ്പെട്ട്. പിന്നെ നമ്മൾ കാണുന്ന പത്രോസൊക്കെ വേറെ പത്രോസാണ്. ഭയങ്കര ധൈര്യമാണ് നമുക്ക് പിന്നെ കാണുന്നത്. പത്രോസൊക്കെ ഭയങ്കര ധൈര്യത്തോടെ പ്രാഗൽഭ്യത്തോടെ ദൈവത്തെ കുറിച്ച് പ്രസംഗിക്കുന്നതൊക്കെയാണ് പിന്നീട് അപ്പോസ്തല പ്രവൃത്തിയിൽ കാണുന്നത്. പക്ഷേ ഒരു പ്രയാസ പ്രതികൂലമൊക്കെ വന്നപ്പോൾ ഹല്ലേലൂയ, അതിനു മുമ്പ് ഈ പ്രയാസ പ്രതികൂലമൊക്കെ വന്നപ്പോൾ യേശു കാണിച്ച മാതൃക ഹല്ലേലൂയ, നിങ്ങളെല്ലാവരും എന്നെ വിട്ടേച്ച് പോകും ഹല്ലേലൂയ സ്തോത്രം, പക്ഷെ ദൈവനോട് കൂടുന്നുണ്ട്, ഞാൻ ഒരു നാളും എനിക്കല്ല. ആമേൻ. അപ്പൊ യേശു പിന്നെ അതിനുശേഷം പരീക്ഷയുടെ ആ അന്തിമ ഘട്ടത്തിലേക്ക് വന്നപ്പോൾ പരീക്ഷയുടെ തീക്ഷ്ണത ഇപ്പൊ പിശാച് വെച്ച പോയിന്റ് തരുന്ന ദൈവത്തിന് മുമ്പിൽ യോബിനെ കുറിച്ച് പറഞ്ഞപ്പോൾ മനുഷ്യൻ തന്റെ ജീവന് പകരം എന്തും ചെയ്യും. ഹല്ലേലൂയ. യേശു തന്റെ ഐഹിക ലോകത്തിലെ ജീവൻ ഹല്ലേലൂയ കുരിശുമേൽ തറയ്ക്കുന്ന അവസ്ഥയിൽ ഹല്ലേലൂയ അപ്പോഴും ദൈവം ചോദിക്കാൻ കഴിയുമെങ്കിൽ പാനപാത്രം എന്നിൽ നിന്ന് മാറ്റിക്കൂടെ എന്നൊക്കെ യേശു പിതാവിനോട് പറയുന്നുണ്ട്. എങ്കിലും എന്റെ ഇഷ്ടമല്ല, അങ്ങയുടെ ഇഷ്ടം പോലെ ആയിത്തീരട്ടെ. ഹല്ലേലൂയ. ആമേൻ. അപ്പൊ നമ്മൾ അവിടെ കാണുന്നത് യേശു നമുക്ക് മുമ്പേ ഒരു നല്ല മാതൃക വെച്ചു പോകുന്നു. ഹല്ലേലൂയ സ്തോത്രം. Those who endure to the end will be saved. Hallelujah. Amen. ചില സാഹചര്യങ്ങൾ ദൈവം നമുക്ക് വെക്കുമ്പോൾ അത് അവസാനത്തോളം സഹിക്കുന്നവൻ രക്ഷയിലേക്ക് വരും എന്നാണ് കർത്താവിന്റെ വചനം പറയുന്നത്. അവസാനത്തോളം ചില സാഹചര്യത്തിൽ നമുക്ക് പോകേണ്ടി വരും. ചിലപ്പോൾ ചിലവരെ ദൈവം അതിനകത്ത് അനുവദിക്കത്തില്ല. അല്ല, ചില സാഹചര്യത്തിൽ നമുക്ക് ചിലപ്പോൾ അതിന്റെ ഒരു അവസാനത്തിൽ ചില സാഹചര്യത്തിൽ നമ്മൾ അപ്പോസ്തലന്മാരൊക്കെ ആ കാലഘട്ടത്തിൽ നമ്മൾ കാണുന്നത് അവര് മരണത്തിന് വരെ കീഴടങ്ങിയെന്നാണ്. ഹല്ലേലൂയ. നമ്മൾ വചനം വായിക്കുമ്പോൾ കാണുന്നത്. ഹല്ലേലൂയ സ്തോത്രം. അപ്പൊ ചില സാഹചര്യത്തിൽ ദൈവം നമ്മളെ കടത്തി വിട്ടെന്നിരിക്കും. പക്ഷേ ദൈവം നമ്മളോട് കൂടെ ഉള്ളത് കൊണ്ട് നമ്മൾ ഭയം നമ്മൾ വേണ്ടെന്നാണ് കർത്താവിന്റെ വചനം പറഞ്ഞത്. ഹല്ലേലൂയ. ദൈവം നമ്മളോട് കൂടെ ഉള്ളത് കൊണ്ട് നമ്മൾ ഭയം എന്തിന്? കാരണം എന്തായാലും നമ്മുടെ ഈ ശരീരം ദൈവരാജ്യം അവകാശമാകത്തില്ല. ഈ ശരീരം വിട്ടേച്ച് പോകേണ്ടതാണ്, ഈ ഭൂമി വിട്ടേച്ച് പോകണം. ഹല്ലേലൂയ. ആത്മാവാണ് ദൈവസഭയിലേക്ക് ചെല്ലുന്നത്. പിന്നെ നമുക്ക് ഈ ദേഹിയെ നമുക്ക് രക്ഷിച്ചെടുക്കേണ്ട ഒരു ആവശ്യമുണ്ട്. ഈ ദേഹിയെ തകർക്കാനാണ് പിശാച് നോക്കുന്നത്. ഈ ദേഹിയെ തകർക്കാൻ വേണ്ടിയാണ് പിശാച് ഈ നേരത്തെ മുള്ളുകൾക്കിടയിൽ പറഞ്ഞ പോലെ ഈ ലോകത്തിന്റെ ചിന്തയും ധനത്തിന്റെ വഞ്ചനയൊക്കെ തരുന്ന ഒരു മനുഷ്യനെ ബിസിയാക്കി അവനെ തകർക്കാൻ നോക്കുന്നതും അവന് പലവിധ ചിന്തകളാൽ അവനെ ഭാരപ്പെടുത്തിയിട്ട് ഈ ലോകത്തിലേക്ക് ഈ ദേഹിയെ വലിച്ചു കൊണ്ടുപോയി ഈ ലോകത്തിലെ കാര്യങ്ങളിൽ ഇവനെ വ്യാപൃതനാക്കി കഴിഞ്ഞിട്ട് ഈ മുള്ളുകൾക്കിടയിൽ വീഴുന്ന പോലെ വചനത്തിൽ നിൽക്കാനോ പ്രശ്നങ്ങളോ പ്രതികൂലങ്ങളോ ഒരിക്കലും പിടിച്ചിരിക്കാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. അങ്ങനെയാണ് പിശാച് ചെയ്യുന്നത്. യോബിനെ അങ്ങനെ ശ്രമിച്ചു നോക്കി, പക്ഷെ യോബ് അവിടെ ജയിച്ചു. ഹല്ലേലൂയ. ഇത് പുതിയ നിയമത്തിൽ ദൈവം നമുക്ക് കാട്ടി തന്നിരിക്കുകയാണ്. ഹല്ലേലൂയ. യോബിന്റെ ഒരു എക്സാമ്പിൾ വരെ യാക്കോബിന്റെ ലേഖനത്തിൽ എഴുതി കാട്ടി തന്നിരിക്കുകയാണ്. സഹിഷ്ണുത. ഹല്ലേലൂയ. ആമേൻ. സഹനത്തിലൂടെ കൊണ്ടുപോകേണ്ട ആവശ്യമാണ്. ഞാൻ പുതിയ നിയമത്തിൽ കാണുന്നത് യാക്കോബിന്റെ ലേഖനത്തിൽ തന്നെയും ചർച്ച്, അതായത് വെളിപ്പാട് പുസ്തകത്തിൽ 2-ാം അധ്യായത്തിൽ ഒരു ചർച്ച് സ്മിർനയിലെ സഭയുടെ ദൂതൻ എഴുതുകയെന്ന് പറഞ്ഞിട്ട് ഈ 2 സ്ഥലത്ത് മാത്രമെയാണ് ജയിക്കുന്നവന് ദ ക്രൗൺ ഓഫ് ലൈഫ് അല്ലെങ്കിൽ ജീവകിരീടം എന്ന് പറയുന്ന പദം ഈ വചനത്തിൽ കാണുന്നത്. ജയിക്കുന്നവന്. പക്ഷെ അതിനു മുമ്പ് ഒരു ജീവിതം മനുഷ്യൻ ഒന്ന് വായിച്ചേക്കാം. വായിച്ചു നിർത്താം. യാക്കോബിന്റെ ലേഖനം അതിന്റെ 1-ാം അധ്യായം അതിന്റെ 12-ാം വാക്യം തോന്നുന്നു. യാക്കോബിന്റെ ലേഖനത്തില് അതിന്റെ 1-ാം അധ്യായം അതിന്റെ 10-12 തോന്നുന്നു. കിട്ടിയ ഒരാൾ വായിച്ചത്. പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ, അവൻ കൊള്ളാകുന്നവനായി തെളിഞ്ഞ ശേഷം കർത്താവ് തന്നെ സ്നേഹിക്കുന്നവർക്ക് വാഗ്ദത്തം ചെയ്ത ജീവകിരീടം പ്രാപിക്കും. പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ, അവൻ കൊള്ളാവുന്നവനായി തെളിഞ്ഞ ശേഷം. നമ്മൾ നേരത്തെ കേട്ട പാട്ടിൽ പോലെ പരീക്ഷ സഹിച്ച ദാനിയേൽ ഭാഗ്യവാൻ, അവൻ കൊള്ളാവുന്നവനായി തെളിഞ്ഞ ശേഷം അപ്പോൾ ദൂതനെ ഇറക്കി ദൈവം അവരെ സിംഹത്തിന്റെ കുഴിയിൽ നിന്ന് അവരെ വിടുവിച്ചു. ഇയ്യോബിനെ പരീക്ഷിച്ചപ്പോൾ അവൻ പരീക്ഷ സഹിച്ച ഇയ്യോബ് ഭാഗ്യവാൻ, അവൻ കൊള്ളാവുന്നവനായി തെളിഞ്ഞ ശേഷം കർത്താവ് താൻ സ്നേഹിക്കുന്നവർക്ക് വാഗ്ദാനം ചെയ്ത ജീവകിരീടം പ്രാപിക്കും. The crown of life. Those who endure the test.
Amen. He will receive the crown of life. ഇവിടെയാണ് ക്രൗൺ ഓഫ് ലൈഫ് കാണുന്നത്. യാക്കോബിന്റെ ലേഖനത്തിൽ പിന്നെ ഒരു സ്ഥലത്ത് കൂടി ക്രൗൺ ഓഫ് ലൈഫ് ജീവകിരീടം കാണുന്നതാണ് വെളിപ്പാട് പുസ്തകം അതിന്റെ 2-ാം അധ്യായത്തിൽ സ്മിർനയുടെ സഭയുടെ ദൂതൻ എഴുതുക, മരിച്ചവനായിരുന്നവൻ വീണ്ടും ജീവിക്കുകയും ചെയ്ത ആദ്യനും അന്ത്യനുമായി അരുൾ ചെയ്യുന്നത്, ഞാൻ നിന്റെ കഷ്ടതയും ദാരിദ്ര്യവും നീ ധനവാനാവുന്നതും തങ്ങൾ യഹൂദർ എന്ന് പറയുന്നവെങ്കിലും യഹൂദരല്ല, സാധാരണ പള്ളിക്കാരുടെ ദൂഷണവും അറിയുന്നു. 10-ാം വാക്യം, നീ സഹിപ്പാനുള്ളത് പേടിക്കേണ്ട, നിങ്ങളെ പരീക്ഷിക്കേണ്ടതിന് പിശാച് നിങ്ങൾ ചിലരെ തടവിലാക്കുവാൻ പോകുന്നു. 10 ദിവസം നിങ്ങൾക്ക് ഉപദ്രവം ഉണ്ടാവും. മരണ വിശ്വസനായിരിക്കുക, എന്നാൽ ഞാൻ ജീവകിരീടം നിനക്ക് തരും. ഇവിടെ കാണുന്നതാണ് I will give you the crown of life. അപ്പൊ അതിനു മുമ്പ് ഒരു പരീക്ഷ, ഹല്ലേലൂയ, ഒരു ടെസ്റ്റ്. അത് പലർക്കും പല രീതിയിലാണ് ദൈവം തരുന്നത്. ആമേൻ. ഓരോരുത്തരുടെ എബിലിറ്റി, ഓരോരുത്തരുടെ അവർക്ക് എന്തൊരു സഹിക്കാമെന്ന് ദൈവത്തിന് അറിയാം. അതിനപ്പുറത്തേക്ക് പരീക്ഷ ദൈവം തരത്തില്ല. ഒരുവന്റെ നിത്യതയെ തകർക്കുന്ന പരീക്ഷ ദൈവം തരത്തില്ല. പക്ഷേ പരീക്ഷയിലൂടെ കടന്നു പോകേണ്ടത് ആവശ്യമാണെന്നാണ് വചനം എടുത്തെടുത്ത് പറയുന്നത്. നമ്മൾ എക്സാമ്പിൾ സഹിതം നമ്മൾ വായിച്ചു കേട്ട് മനസ്സിലാക്കി. ഹല്ലേലൂയ. ആമേൻ. ആമേൻ. നല്ലൊരു ചിന്ത ദൈവം നമുക്ക് നൽകി. ഹല്ലേലൂയ. ദൈവം നമ്മൾ എല്ലാവരെയും അതിനാൽ അനുഗ്രഹിക്കട്ടെ. Those who endure to the end will be saved. At the same time, in Ephesians we read that hallelujah, കൃപയാലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നു. അപ്പൊ ആ രണ്ടിന്റെ വ്യത്യാസം നമ്മൾ മനസ്സിലാക്കി. ആദ്യം ആത്മാവിന്റെ രക്ഷ, ആമേൻ, മറ്റത് ദേഹിയുടെ രക്ഷ, അത് വിശ്വാസത്തിന്റെ അന്തം. അത് പരീക്ഷയിലൂടെ കടന്നാണ് ഇദ്ദേഹം രക്ഷയിലേക്ക് വരുന്നത്. ആമേൻ. ശരീരം മണ്ണോട് മണ്ണായി പോകണം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ശരീരം ഒരിക്കലും ദൈവരാജ്യം അവകാശമാക്കില്ല. മണ്ണോട് മണ്ണായി പോകും. പ്രൈസ് ദി ലോർഡ്. കണ്ണുകളെ അടക്കാം. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പരിശുദ്ധനായ കർത്താവേ, സ്വർഗീയ നല്ല പിതാവേ, ദൈവം നല്ലൊരു ദിവസം ഞങ്ങൾ നൽകിയിരുന്ന സ്തോത്രം. ഞങ്ങൾ കർത്താവെ വചനത്തിന്റെ ആഴങ്ങൾ ചിന്തിച്ചു. ഹല്ലേലൂയ. ഞങ്ങൾ വചനത്തിന്റെ ആഴങ്ങൾ കർത്താവ് മനസ്സിലാക്കുമ്പോൾ ഞങ്ങൾ മനസ്സിലായി കർത്താവെ, അനേകം പരീക്ഷയിലൂടെ കടന്നു പോകേണ്ടത് ആവശ്യമാണ്. ആമേൻ. പരീക്ഷ സഹിക്കുന്നവൻ ഭാഗ്യവാൻ, അവൻ കൊള്ളാവുന്നവനെ തെളിഞ്ഞ ശേഷം ദൈവം വാഗ്ദത്തം ചെയ്തിരിക്കുന്ന ആ ജീവകിരീടം പ്രാപിക്കും. ദ ക്രൗൺ ഓഫ് ലൈഫ് നീ നൽകുമെന്ന് ഞങ്ങൾ കേട്ടു. ഹല്ലേലൂയ. ആമേൻ. ഞങ്ങൾ മത്തായി സുവിശേഷം ഞങ്ങൾ ശ്രദ്ധിച്ചപ്പോൾ